ഞാൻ ഇറങ്ങിയതിന് പിന്നെ പവർ റൂം ഒന്ന് പവറായിട്ട് കണ്ടിട്ടില്ല. ഞാൻ കയറുമ്പോൾ അത് മാക്സിമം പവർ ആക്കി എടുക്കാൻ നോക്കും. ജിൻഡോ കുറഞ്ഞതിന് മുമ്പ് ലൈവിൽ ഇരുന്ന് പറഞ്ഞൊരു കാര്യമാണ്, അവകാശവാദങ്ങളൊന്നുമില്ലാതെ പവർ ടീമിൽ 2 തവണ കയറിയൊരു കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ. പട്ടാളച്ചിട്ടയില് എക്സ്ട്രീം ഡിസിപ്ലിനില് കാര്യങ്ങൾ നടത്തുന്ന ഒരു ഏകാധിപതിയാണ് അന്ന് നമ്മൾ കണ്ടത്. പക്ഷെ അടുത്ത ആഴ്ച നമ്മളൊരു വളരെ ഡെമോക്രാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ജിൻഡോയെ ചിലപ്പോൾ കാണുമായിരിക്കുമോ, എനിക്കറിയത്തില്ല കേട്ടോ. അതോ ഏകാധിപതി തന്നെ ആയിരിക്കുമോ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അർജുൻ വേഴ്സസ് ജിൻഡോ വമ്പൻ അടി തന്നെ പ്രതീക്ഷിക്കാം. അർജുൻ ഒരിക്കലും ജിൻഡോയുമായിട്ട് ഒത്തുപോകത്തില്ല, അതുപോലെ തന്നെ ജിൻഡോയും. ശ്രീധുവിന്റെയും ഒരിക്കലും കാണാത്തൊരു മുഖം നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിച്ചേക്കാം. ജിൻഡോയുമായിട്ട് ഭയങ്കരമായിട്ട് കോർക്കാൻ സാധ്യതയുണ്ട് ശ്രീധു ഒക്കെ. അതുപോലെ തന്നെ ഇവർ 3 പേരെ ഉള്ളൂ എന്നതുകൊണ്ട് ഒരാളെ കൂടെ ബിഗ് ബോസ് ഇടും ഇവരുടെ കൂടെ. അത് ആ നോമിനേഷൻ പരിപാടി നടക്കും, ടീമുകളുടെ നോമിനേഷൻ. ആ ആൾ ആരായിരിക്കും എന്നൊന്നും അറിയില്ല. പക്ഷെ ആരായാലും ജിൻഡോയുമായിട്ട് ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട്. ജാസ്മിൻ വല്ലതും കയറിയാല് ഒരു വമ്പൻ ഭൂകമ്പം തന്നെ പ്രതീക്ഷിക്കാം പവർ റൂമില്. ഇതൊന്നും പോരാതെ വേറുള്ള മത്സരാർത്ഥികളും ജിൻഡോയെ ടാർഗറ്റ് ആക്കാൻ സാധ്യതയുണ്ട് പഴയ പോലെ തന്നെ. പുള്ളി എങ്ങനെ ഇതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് കണ്ടു തന്നെ അറിയാം. പവർ ടീമിന്റെ പവർ എന്താണെന്ന് കാണിക്കുമെന്ന് ഒരു വീരവാദം മുഴക്കിയ സ്ഥിതിക്ക് കൃത്യമായ വ്യക്തമായ ഒരു പ്ലാൻ ജിൻഡോയുടെ കയ്യിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.